നമസ്കാരം. റൈറ്റ് ബോർഡിന്റെ മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള എ ലോങ് വാക്ക് ടു ഫ്രീഡം ആണ്. ഞാനിവിടെ ഒരു സമ്മറി പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാമെന്നാണ് കരുതുന്നത്. സോ നമ്മൾ വളരെ കൺസൈസ് ആയിട്ട് നമ്മൾ ചാപ്റ്ററിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് ബേസിക്കലി ആഫ്രിക്കയുടെ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ആളുടെ ഓട്ടോബയോഗ്രഫിയാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാക്ട് ആണ് നമ്മുടെ ചാപ്റ്റർ. നമ്മുടെ ചാപ്റ്ററിനും അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ സെയിം നെയിമാണ് കൊടുത്തിട്ടുള്ളത്. നെൽസൺ മണ്ടേല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരിചിതമുള്ള പേരായിരിക്കും. ആഫ്രിക്കയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന അപ്പാർത്തൈഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. മനുഷ്യരെ വർണ്ണത്തിന്റെ പേരിൽ വിവേചിച്ചു കൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തിനെതിരെ അദ്ദേഹത്തിന്റെ ലൈഫ് ലോങ് പോരാടുകയും പിന്നീട് ആഫ്രിക്കയെ ഒരു ജനാധിപത്യ രാജ്യമാക്കി മാറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് നെൽസൺ മണ്ടേല. അപ്പൊ അദ്ദേഹം ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ് ആയി ചാർജ് എടുക്കുന്ന ദിവസത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തെടുക്കുകയാണ് നമ്മളെ പാഠഭാഗത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയ് 10 1994 പ്രെറ്റോറിയയിലെ ഒരു സാൻഡ്സ്റ്റോൺ ആംഫി തിയേറ്ററിലാണ് ഈ സ്വോറിംഗ് ഇൻ സെറിമണി നടക്കുന്നത്, ഈ വോ ചെയ്യുന്ന സെറിമണി നടക്കുന്നത്. അന്നേ ദിവസം തന്നെ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും പല പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും മറ്റ് സാങ്കേതിക വിദ്യകളിലുള്ള പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവരുടെ രണ്ട് നാഷണൽ ആന്തവും, സൗത്ത് ആഫ്രിക്കയുടെ രണ്ട് നാഷണൽ ആന്തവും ഒരേ സ്റ്റേജിൽ അവർ പാടുന്നത്. ഏതൊക്കെയാണ് നാഷണൽ ആന്തംസ്? ഖോസി സിക്കേലാലി ആഫ്രിക്ക, അതേപോലെ തന്നെ ഡൈസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചാപ്റ്ററിൽ ഒന്ന് ഓടിച്ചു പോകുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് ആഫ്രിക്കയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന സ്കിൻ കളറിനെ ബേസ് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വെറുപ്പുകളെ കുറിച്ചും അദ്ദേഹം സഹിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഒരു മനുഷ്യന് രണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട്. A man has two major obligations, one towards his family and one towards his nation എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ആഫ്രിക്കയിലെ ഒരു ബ്ലാക്ക് സ്കിൻഡ് പേഴ്സണ് ഒരിക്കലും ഈ രണ്ട് ഒബ്ലിഗേഷൻസും ഒരുമിച്ച് ഒരേ രീതിയിൽ ഒരേ ഇന്റൻസിറ്റിയിൽ ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. അതായിരുന്നു അവരുടെ സിസ്റ്റം. ആ സിസ്റ്റത്തിന് ഇന്ന് അദ്ദേഹം ഒരു ബ്ലാക്ക് പ്രസിഡന്റ് ആയി സ്വറിൻ ചെയ്യുന്നതോട് കൂടിയിട്ട് എൻഡ് ആവുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഓർമ്മകളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. ഹി വാസ് ബോൺ ഫ്രീ എന്ന് പറയുന്നുണ്ട്. അത് വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നീട് അദ്ദേഹം ഫ്രീഡം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് പല അർത്ഥങ്ങളായിട്ട് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഫ്രീഡം പിടിച്ചു വെക്കുന്ന ആൾക്കും ഇതേപോലെ തന്നെ അദ്ദേഹവും ഒന്നിന്റെ തടങ്കലിലാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ചാപ്റ്റർ, നമുക്ക് തന്നിട്ടുള്ള ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ റിവിഷനായിട്ട് ചെറിയ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഒരുപാട് പേരെ pay homage to national martyrs who sacrificed their lives for the sake of their mother. മദർ എന്ന് പറയുന്നത് ഇവിടെ മദർ ലാൻഡിനെയാണ്. അതേപോലെ പിന്നെ if people learn to hate they can be taught to love എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ the country of South Africa is rich in minerals and gems but the greatest wealth of the country is its people. അതേപോലെ he well known about the oppressor must be liberated just as surely as the oppressed. The oppressor and oppressed are alike robbed of their humanity എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ചെറിയ റിവിഷൻ നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു സ്മോൾ സമ്മറി എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹു വാസ് സെനാനി എന്ന് ചോദിക്കുന്നുണ്ട്. സെനാനി വാസ് ദ ഡോട്ടർ ഓഫ് നെൽസൺ മണ്ടേല. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്തായിട്ടാണ്, ഫസ്റ്റ് ഓർ സെക്കൻഡ് പാരഗ്രാഫിലായിട്ടാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ അപ്പാർത്തൈഡ്? അപ്പാർത്തൈഡ് ഞാൻ പറഞ്ഞതുപോലെ ഇസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ദാറ്റ് ഡിവൈഡ്സ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദെയർ റേസ്. പിന്നെ
Third question, what did Mandela think for the oppressor and oppressed? He thought that both the oppressor and the oppressed alike are robbed of their humanity and they shall be liberated. In a fourth question വരുന്നത്, what are the ideas which Mandela set for the future of South Africa in his swearing-in ceremony? Mandela emphasized liberating all the people from poverty, deprivation, suffering, gender and other discrimination in his swearing-in ceremony. ഈ സെന്റൻസ് ഇതേപോലെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തിട്ട് വേണം വായിക്കാൻ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, കുഡ് എവ്രി വൺ ഫുൾഫിൽ ദ ഒബ്ലിഗേഷൻ പേഴ്സണൽ ഓർ സോഷ്യൽ ഇൻ സൗത്ത് ആഫ്രിക്ക? മണ്ടേല പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന രണ്ട് ഒബ്ലിഗേഷൻസ്, രണ്ട് ഉത്തരവാദിത്തങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ ഫുൾഫിൽ ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞതുപോലെ നോ, everyone was not free to fulfill their obligation because of the color of the skin. If a person tried to fulfill their obligation, they were punished and isolated for being rebellious. So question 7 വരുന്നത്, why was Nelson Mandela changed into a bold man? Nelson Mandela was changed into a bold man due to his desire of freedom for his country as well as for his countrymen. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 വരുന്നത്, വാട്ട് ആർ ദ ട്വിൻ ഒബ്ലിഗേഷൻ റിഫേർഡ് ബൈ നെൽസൺ മണ്ടേല? ട്വിൻ ഒബ്ലിഗേഷൻ വരുന്നത്, ഫസ്റ്റ് ടു ഹിസ് ഫാമിലി, പാരന്റ്സ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ, ആൻഡ് ദ സെക്കൻഡ് ടു ഹിസ് കൺട്രി, പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റി. ഇനി 9th question, what is the meaning of courage to Mandela? According to Mandela, courage is not the absence of fear, but the triumph over it. The brave man is not he who does not feel afraid, but he who conquers that fear. Mandela learned the true meaning of courage from his comrades and in the struggle. അപ്പം ഇതേ സെന്റൻസും നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 10, ഡിസ്ക്രൈബ് ദ വ്യൂസ് of Mandela for the black people who fought and sacrificed their lives for the country's political needs. ഇതൊരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ ഷോർട്ട് പോയിന്റ്സ് ആക്കിയിട്ട്, നമ്മൾ ആൻസറിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഷോർട്ട് പോയിന്റ്സ് ആക്കിയിട്ടാണുള്ളത്. അപ്പം ഒരു പോയിന്റ് എന്തായാലും വേണ്ടത് എന്തെന്ന് വെച്ചാൽ, മണ്ടേല ഹോണേർഡ് their sacrifices, അതേപോലെ he believed that their sacrifices were valuable and considered himself as some of those patriots എന്നുള്ളത്. പിന്നെ question number 11, describe the obligation which the author is talking about and also describe his feeling for them. ഇത് നോക്കിയേ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഈ സെഷനിൽ 3ാമത്തെ തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻസ്, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പം യു ഷുഡ് ബി തറോ ഇൻ ദാറ്റ്. ഒബ്ലിഗേഷൻസ് വരുന്നത് ഫാമിലിക്കും അതേപോലെ ഫാമിലി ആൻഡ് കൺട്രി ആണ്. അദ്ദേഹത്തിന്റെ ഫീലിങ്സ് വരുന്നത് ഫ്രസ്ട്രേഷൻസ് ഡ്യൂ ടു അപ്പാർട്ടൈഡ് റെസ്ട്രിക്ഷൻസ് ആണ്. ആൻഡ് ഹി ആർഡന്റ്ലി fought for the freedom to fulfill these obligations. ഇനി question 12 വരുന്നത്, what were the 2 anthems sung on the day of the oath taking ceremony? ഞാൻ പറഞ്ഞതുപോലെ ഖോസി സിക്കേലാലി ആഫ്രിക്ക, വൈറ്റ്സ് അതായത് വെള്ളക്കാര്, ആഫ്രിക്കയിലുള്ള എന്താ പറയാ വൈറ്റ്സ് ഈ പാട്ടും അതേപോലെ തന്നെ ഡൈസ്റ്റം എന്ന് പറയുന്ന നാഷണൽ ആന്തം ബ്ലാക്സും ആണ് പാടിയിട്ടുണ്ടായിരുന്നത്. ഡൈസ്റ്റം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആന്തം ആയിരുന്നു എന്നും നമുക്ക് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ കാണാം. ഇനി 13th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഡിസ്ക്രൈബ് മണ്ടേലാസ് ലൈഫ് ജേർണി ഫ്രം എ പ്രിസണർ ടു ദ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. നമ്മൾ വളരെ ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വിശദീകരിച്ച് എഴുതേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്ന രീതിയിലാണ് ആൻസർ ഇപ്പം പറയുന്നത്. Nelson Mandela did a lifelong struggle against racial discrimination in South Africa. He had to pass many years of his life as a prisoner in jail. At last, the first democratic elections were held in South Africa, and his party won 252 seats out of 400, and he became the first black president. Any question number 14, describe the value of freedom for human being and how it is important for the growth of civilization and humanism as described in the lesson നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം. നമ്മളെ ക്വസ്റ്റ്യന്, നമ്മുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഫ്രീഡം എന്നുള്ളത് ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ സ്വഭാവ രൂപീകരണത്തിനും ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യുന്നതിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, വാല്യുബിൾ ആണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിൽ ആൻസറിൽ ഉണ്ടാവേണ്ട കാര്യം എന്ന് പറയുന്നത്, ഫ്രീഡം ഇസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ഗ്രോത്ത് ആൻഡ് ആസ് വെൽ ആസ് ക്രൂഷ്യൽ ഫോർ സിവിലൈസേഷൻ ആൻഡ് ഹ്യൂമാനിസം.
പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും exemplified the struggle for freedom. In question number 15, how does Mandela describe the system of government in his company in the first decade and in the final decade of 20th century? ഫസ്റ്റ് ഡിക്കേഡിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ രാജ്യത്ത് അപ്പാർത്തൈഡ് സിസ്റ്റം, അപ്പാർത്തൈഡ് റെജിം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വാസ് ഇൻ ഇറ്റ്സ് എക്സ്ട്രീം ഫോം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഫൈനൽ ഡിക്കേഡ് ആയിരുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക became a democratic and non-racial government. അപ്പാർത്തൈഡ് എന്ന ഡിസ്ക്രിമിനേറ്ററി സിസ്റ്റത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യുകയും ആൾക്കാർക്ക് നാച്ചുറൽ ആൻഡ് ഈക്വൽ റൈറ്റ്സ് എൻഷുർ ചെയ്യുകയും ചെയ്തു എന്നുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. വാട്ട് ഡിഡ് ബീയിങ് ഫ്രീ മീൻ ടു മണ്ടേല ആസ് എ ബോയ്, ആസ് എ സ്റ്റുഡന്റ്, ആൻഡ് ഹൗ ഡസ് ഹി കോൺട്രാസ്റ്റ് ദീസ് ട്രാൻസിറ്ററി ഫ്രീഡം വിത്ത് ദ ബേസിക് ഓർ ഹോണറബിൾ ഫ്രീഡം? ആൻസർ വരുന്നത് അദ്ദേഹത്തിനൊരു ക്വസ്റ്റ്യൻ എന്നത് അദ്ദേഹം ഒരു കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹം നോക്കിക്കണ്ടിരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹം ഒരു സ്റ്റുഡന്റ് ആയപ്പോൾ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളതാണ്. ബോയ്ഹുഡിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ നിന്നും എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഹി വാസ് ബോൺ ടു ഫ്രീ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമുക്ക് ആ പാരഗ്രാഫ് തുടങ്ങുന്നത്. ഹി ഹാഡ് ദ ഫ്രീഡം ടു പ്ലേ, സ്വിം അറൌണ്ട് ആൻഡ് ഓൾസോ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ അനുസരിക്കുന്നിടത്തോളം കാലം എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലുണ്ടായിരുന്നു. എവിടെയും ഓടിപ്പോയി കളിക്കാനും ചാടിപ്പോയി കളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ഒരു സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ കപ്പാസിറ്റി കുറച്ചുകൂടി വർദ്ധിച്ച സമയത്ത് അദ്ദേഹത്തിന് എന്താ ഉണ്ടായിരുന്നത്? ഡിസയർ ഫോർ അക്കാഡമിക് ആൻഡ് പേഴ്സണൽ ഫ്രീഡം ആണ്. ബേസിക് ഫ്രീഡംസ് ലൈക്ക് ഡിഗ്നിറ്റി ആൻഡ് ഇക്വാലിറ്റി ആർ എൻഡ്യൂറിംഗ് ഹിയർ. സോ അതിൽ നിന്നും അദ്ദേഹം കുറച്ചുകൂടെ കാലങ്ങൾ കഴിയുന്ന സമയത്ത് he realizes that his freedom is nothing when the likes of him are caged. അദ്ദേഹത്തിന് തന്നെ മനസ്സിലാക്കാണ്, ഞാൻ ഫ്രീ ആയി നടക്കുന്നുണ്ട്, എന്നെ പോലെയുള്ള ഒരാള് കേജ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്റെ ഫ്രീഡത്തിന് ഒരു വാല്യൂ ഇല്ല എന്നുള്ളത്. അത് അതേപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ആൻസറിൽ ഉൾക്കൊള്ളിക്കാം. പിന്നെ അതേപോലെ വന്നിട്ടുള്ള ലാസ്റ്റ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് were Mandela's opinion about the first and last decades of the 20th century? What does he say on the day of inauguration? That he was overwhelmed with a sense of history. നമ്മൾ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിക്കേഡ് ഓഫ് 20th century എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് 2 വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഡിക്കേഡിൽ ഓപ്രസീവ് അപ്പാർത്തൈഡ് റെജിം ആയിരുന്നു. സെക്കൻഡ് ഡിക്കേഡിൽ ലിബറേഷനും ഡെമോക്രസിയുടെ സെറ്റപ്പും അതേപോലെ തന്നെ നോൺ റേഷ്യൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇനി ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. Why does he say on the day of the inauguration that he was overwhelmed with a sense of history? He says that he is overwhelmed with a sense of history because he has been reflecting on the transformation from an oppressive state regime to a government that ensures and fights for the freedom of every person alike. So നമ്മുടെ സെഷനിൽ ഇത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. Hope you all got what I meant to say. Further doubts ഒന്നും ഇല്ലാന്ന് കരുതുന്നു. All right. Thank you.